ഇരട്ടച്ചങ്കനെന്ന അണികൾ വാഴ്ത്തിപ്പാടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്ന ചങ്കുകൾ ഓരോന്നായി മുഖ്യമന്ത്രിയെ കൈവിടുകയാണ്. കേരള കോൺഗ്രസ് എം ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണച്ചിരിക്കുന്നു. സംസ്ഥാന യുവ നേതാവ് കൂറുമാറി. ഇതൊരു വശത്ത് ചോദ്യമായി മാറുമ്പോൾ മറുവശത്ത് CPM-നുള്ളിൽ കൂട്ടയടി. അവൻ എന്നെ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് നേതാക്കന്മാർ പരസ്പരം ഇപ്പോൾ പോരാട്ടത്തിനിറങ്ങിയിരിക്കുന്നത്. പാളയത്തിൽ പട അതിശക്തം. ഒരു വശത്തും മുഖ്യമന്ത്രി പിണറായി വിജയനെ നേതാക്കന്മാർ തന്നെ വലിച്ചു കീറുമ്പോൾ പലരും കയ്യും കെട്ടി മിണ്ടാതിരിക്കുന്നതിന്റെ ആശങ്കയും അനിഷ്ടവും ഒക്കെയുണ്ട് മുഖ്യമന്ത്രിയുടെ ടീമുകൾക്ക്. ഇതിനിടയിലാണ് മന്ത്രി രാജേഷിനെ പഞ്ഞിക്കിട്ടുകൊണ്ട് CPM-ലെ പ്രമുഖ നേതാക്കന്മാർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനിടയിലാണ് കേരള കോൺഗ്രസ് എമ്മും ജോസ് കെ മാണിയും കണ്ടം ചാടുമോ എന്ന സംശയങ്ങൾ മറുകണ്ടം ചാടുമോ എന്ന സംശയങ്ങൾ ശക്തിപ്പെടുത്തുന്ന ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. കേരള കോൺഗ്രസ് എം പിന്തുണയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വിജയം. കോട്ടയം മൂന്നിലവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ് കൂറുമാറ്റം. 5-നെതിരെ 8 വോട്ടുകൾക്കായിരുന്നു റീനയുടെ ജയം. യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ചാർലി ഐസക്കാണ് UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്തത്. കോൺഗ്രസ് അംഗം റീന ടൗൺ വാർഡ് മെമ്പറാണ്. ഏതായാലും CPM-ന് ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. സമ്മേളനങ്ങളിലും യോഗങ്ങളിലും ഒക്കെ നേതാക്കന്മാർ ചേരിതിരിഞ്ഞടിക്കുകയാണ് CPM-നുള്ളിൽ. ഇതിനിടയിലാണ് കോഴിക്കോട് PSC കോഴ വിവാദവും പാർട്ടിക്ക് വലിയ തലവേദനയായി മാറിയിരിക്കുന്നത്. CPM-ലെ മുഖ്യമന്ത്രി വിമർശനത്തിൽ നേതൃത്വത്തിൽ ഭിന്നത തുടരുകയാണ്. ഭരണത്തിലെ തിരുത്തലിലേക്ക് പാർട്ടി നേതൃയോഗങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കുമ്പോൾ കൂട്ടയടിയാണോ പാർട്ടിക്കുള്ളിൽ എന്നാണ് ചോദ്യം. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം മുഖ്യമന്ത്രിക്കെതിരെ നടക്കുന്ന വിമർശനങ്ങളുടെ പേരിൽ CPM-ൽ ഭിന്നത ഉരുണ്ടുകൂടി. മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾ പുറത്തു വരുന്നതും സംസ്ഥാന നേതൃത്വത്തെ പ്രതിനിധീകരിച്ച് കമ്മിറ്റികളിൽ പങ്കെടുക്കുന്ന നേതാക്കളിൽ ചിലർ വിമർശനങ്ങളെ വേണ്ടവിധം എതിർക്കാത്തതും യാദൃച്ഛികമല്ലെന്ന അഭിപ്രായം ഒരു വിഭാഗം നേതാക്കൾ പങ്കുവച്ചു തുടങ്ങി. പിണറായി വിജയനെതിരെ ബോധപൂർവമായ നീക്കം പാർട്ടിയിൽ നടക്കുന്നുവെന്ന സംശയം ഒരു വിഭാഗം നേതാക്കൾക്കുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം, സംസ്ഥാന കമ്മിറ്റി എന്നിവ ചേരുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് സർക്കാരിനുള്ള പാർട്ടി മാർഗരേഖയായാണ് അജണ്ട. മന്ത്രിസഭ പുനഃസംഘടനാ സാധ്യത അഭ്യൂഹങ്ങളിലുണ്ടെങ്കിലും നേതാക്കൾ നിഷേധിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒറ്റ സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നതിന്റെ കാരണങ്ങളിൽ പ്രധാനം ഭരണവിരുദ്ധ വികാരമാണെന്ന് കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികൾ വിലയിരുത്തിയതിന്റെ പിന്നാലെ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റികളിലും മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു. നടന്നുവരുന്ന ഏരിയ കമ്മിറ്റി യോഗങ്ങളിലും കടുത്ത ആക്ഷേപങ്ങളാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഉയർന്നത്. ഈ വിമർശനങ്ങൾ ആസൂത്രിതമാണെന്ന ആക്ഷേപം മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്നവർക്കില്ല. എന്നാൽ പാർട്ടി ഭരണ നേതൃത്വങ്ങൾക്കെതിരെ കൂട്ടായ വിമർശനം ഉയർന്ന യോഗങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ പിണറായിക്കെതിരെ മാത്രം ഉള്ളതാണെന്നത് അവരെ അലോസരപ്പെടുത്തുന്നു. ആക്ഷേപങ്ങൾ നിയന്ത്രിക്കുന്നതിന് പകരം പ്രോത്സാഹിപ്പിക്കുന്ന മനോഭാവം ചില നേതാക്കൾ പ്രകടിപ്പിക്കുന്നു എന്ന വിലയിരുത്തലുമുണ്ട്. 1-2 പിണറായി സർക്കാരുകൾക്കായി സംസ്ഥാന കമ്മിറ്റി മാർഗരേഖ തയ്യാറാക്കിയിരുന്നെങ്കിലും അതിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കിയില്ലെന്ന് കൂടി വിലയിരുത്തിയാണ് പുതിയ മാർഗരേഖ സെക്രട്ടേറിയറ്റ് തയ്യാറാക്കുന്നത്. ഭരണ മുൻഗണനകൾ ഇതിൽ പ്രതിപാദിക്കും. CPM വകുപ്പുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് അടിക്കടിയുള്ള വിലയിരുത്തലുകളിലേക്ക് പാർട്ടി കടക്കും. PSC-യുമായി ബന്ധപ്പെട്ട് കോഴിക്കോടുണ്ടായ വിവാദം പാർട്ടിയിലെ ജീർണതകളിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നതായതിനാൽ തിരുത്തൽ സർക്കാരിൽ മാത്രം പോരാ, പാർട്ടി സംഘടനയിലും വേണമെന്ന അഭിപ്രായവും നേതൃത്വത്തിലുണ്ട്. PSC അംഗത്വം ലഭിക്കാൻ കോഴ എന്ന പ്രചാരണമാണ് പുറത്ത് നടന്നതെങ്കിലും PSC റാങ്ക് പട്ടികയിൽ കയറിപ്പറ്റാൻ പണം വാങ്ങിയെന്ന പരാതിയാണ് പാർട്ടിക്ക് മുന്നിലെത്തിയത് എന്നതറിയുന്നു. രണ്ടായാലും ഗുരുതര വീഴ്ചയും നാണക്കേടുമായതിനാലാണ് പരാതി എന്താണെന്ന് വ്യക്തമാക്കാൻ CPM മടിച്ചത്. ഏതായാലും PSC കോഴ ആവിയായി വെറും റിയൽ എസ്റ്റേറ്റ് ഇടപാടാക്കി മാറിയോ മാറ്റിയോ? ആരോഗ്യവകുപ്പിൽ നിയമനത്തിനും ഭൂമി തരം മാറ്റാനും പ്രമോദ് കോഴ വാങ്ങിയെന്നാണ് CPM റിപ്പോർട്ട്. പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്വത്തിന് പണം വാങ്ങിയെന്ന വിവാദത്തിൽ അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് CPM-ന്റെ പാർട്ടി റിപ്പോർട്ടിംഗ്. ടൗൺ ഏരിയ കമ്മിറ്റി അംഗവും CITU ജില്ലാ സെക്രട്ടറിയുമായ പ്രമോദ് കൂട്ടുളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടിയെക്കുറിച്ച് CPM-ന്റെ കീഴ് ഘടകങ്ങളിൽ റിപ്പോർട്ടിംഗ് നടക്കുകയാണ്. ഈ റിപ്പോർട്ടിങ്ങിലാണ് ആരോഗ്യവകുപ്പിലെ നിയമനത്തിന് കോഴ വാങ്ങിയതും റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടത്തിയതുമായാണ് പ്രമോദിന്റെ ഭാഗത്തു നിന്നുള്ള അച്ചടക്ക ലംഘനമായി പറയുന്നത്. പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കം വരുത്തുകയും അച്ചടക്ക ലംഘനം നടത്തുകയും ചെയ്തതുകൊണ്ടാണ് പ്രമോദിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതെന്നാണ് ജില്ലാ കമ്മിറ്റി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ആ കളങ്കം എന്താണെന്നോ പ്രമോദ് അച്ചടക്കം ലംഘിച്ചത് എങ്ങനെയാണെന്നോ പാർട്ടി വ്യക്തമാക്കിയിരുന്നില്ല. എന്നാൽ അച്ചടക്ക നടപടി റിപ്പോർട്ട് ചെയ്യുന്ന പാർട്ടി യോഗങ്ങളിലാണ് ഇത് സംബന്ധിച്ച് CPM കൂടുതൽ വിശദീകരിക്കുന്നത്. പരാതിക്കാരനായ ശ്രീജിത്തിന്റെ ഭാര്യയ്ക്ക് ആരോഗ്യവകുപ്പിൽ നിയമനം നൽകാൻ പ്രമോദ് കോഴ വാങ്ങി. ശ്രീജിത്തിന് വിൽക്കാൻ ശ്രമിച്ച ഭൂമി തരം മാറ്റാൻ 11.5 ലക്ഷം രൂപ വാങ്ങി എന്നുമാണ് വിശദീകരണം.
കഴിഞ്ഞ ദിവസം പ്രമോദിന്റെ നാട്ടിലെ ബ്രാഞ്ച് യോഗത്തിൽ പാർട്ടി നടപടി ജില്ലാ കമ്മിറ്റി അംഗം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ സംഘർഷമുണ്ടായി. 2022 തരം മാറ്റിയ ഭൂമിക്ക് എങ്ങനെയാണ് 2024 മെയ്യിൽ പണം വാങ്ങുന്നതെന്ന് ഭൂവുടമയായ ബ്രാഞ്ച് അംഗം തന്നെ ചൂണ്ടിക്കാട്ടിയതോടെയായിരുന്നു വാക്കേറ്റം. അത്തരമൊരു ഇടപാടിന്റെ പേരിൽ ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ ഇത്ര കടുത്ത അച്ചടക്ക നടപടി എടുക്കേണ്ടതുണ്ടോ എന്ന് പാർട്ടി പ്രവർത്തകർക്കിടയിൽ ചോദ്യമുയരുന്നുണ്ട്. കോറി മാഫിയ ബന്ധത്തിന്റെ പേരിൽ തെളിവ് സഹിതം പരാതി കിട്ടിയിട്ടും മുൻ MLA ജോർജ് തോമസിനെ 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. അതേസമയം പാർട്ടിയിലെ ചില ഉന്നത നേതാക്കൾ ഒരുക്കിയ തിരക്കഥയുടെ ഭാഗമായാണ് തനിക്കെതിരായ നടപടിയെന്ന് പ്രമോദ് തുടക്കം മുതൽ ആരോപിക്കുന്നുണ്ട്. ഭൂമി തരം മാറ്റാൻ പ്രമോദ് കോട്ടൂളി പണം വാങ്ങിയെന്ന പാർട്ടി റിപ്പോർട്ടിലെ പരാമർശം തെറ്റാണെന്ന് ബ്രാഞ്ച് അംഗമായ ഗിരീഷ് കുമാർ. പരാതിക്കാരനായ ശ്രീജിത്തുമായി നടന്ന ഭൂമി ഇടപാട് കോഴയുടെ ഭാഗമാണെന്ന് പാർട്ടി റിപ്പോർട്ടിൽ പറയുന്നത് ശരിയല്ല. 2022 തരം മാറ്റിയ ഭൂമിക്ക് പ്രമോദ് പണം വാങ്ങേണ്ട കാര്യമില്ല. പ്രമോദ് ഇടപെട്ടത് തന്റെ മകന്റെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി സഹായിക്കണമെന്നാവശ്യപ്പെട്ടതുകൊണ്ടാണെന്നും ബ്രാഞ്ച് യോഗത്തിൽ ഇക്കാര്യങ്ങൾ പറയാൻ അനുവദിച്ചില്ലെന്നും ഗിരീഷ് കുമാർ പറഞ്ഞു. CPM പാളയം ഏരിയ കമ്മിറ്റി യോഗത്തിൽ മന്ത്രി MP രാജേഷിനെ കയ്യേറ്റം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയും അവൻ എന്നെ അറിഞ്ഞുകൂടാ എന്നാക്രോശിച്ചും ഏരിയ കമ്മിറ്റി അംഗം ജില്ലാ സെക്രട്ടറി V. ജോയ് പങ്കെടുത്ത യോഗത്തിലാണ് CITU ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ വഞ്ചിയൂർ ബാബു മന്ത്രി രാജേഷിനെ അതിരൂക്ഷ ഭാഷയിൽ വിമർശിച്ചത്. CPM പാളയം ഏരിയ കമ്മിറ്റി യോഗത്തിൽ മന്ത്രി MP രാജേഷിനെ കയ്യേറ്റം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയും അവൻ എന്നെ അറിഞ്ഞുകൂടാ എന്നാക്രോശിച്ചും ഏരിയ കമ്മിറ്റി അംഗം ജില്ലാ സെക്രട്ടറി V. ജോയ് പങ്കെടുത്ത യോഗത്തിലാണ് CITU ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ വഞ്ചിയൂർ ബാബു മന്ത്രി രാജേഷിനെ അതിരൂക്ഷ ഭാഷയിൽ വിമർശിച്ചത്. വിമർശനമാകാമെന്നും ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കരുതെന്നും ബാബുവിനെ ജോയ് ശാസിച്ചു. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ജനങ്ങളോടുള്ള പെരുമാറ്റം സംബന്ധിച്ച് ചർച്ച നടത്തുമ്പോൾ തനിക്കുണ്ടായ അനുഭവം ഇതാണ് എന്ന് പറഞ്ഞാണ് രാജേഷിനെതിരെ ബാബു തിരിഞ്ഞത്. മകളും കോർപ്പറേഷൻ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷയുമായ ഗായത്രി ബാബു മുത്ത് മന്ത്രിയെ കാണാൻ എത്തിയപ്പോഴാണ് തനിക്ക് പ്രയാസമുണ്ടായത്. തങ്ങളുടെ വാക്കുകൾക്ക് മന്ത്രി ചെവി കൊടുത്തില്ലെന്നും ഇറങ്ങിപ്പോകാൻ പറയുന്ന തരത്തിലായിരുന്നു മന്ത്രിയുടെ പെരുമാറ്റമെന്നും ബാബു ആരോപിച്ചു. അച്ഛനും മകളുമായി മന്ത്രിയെ കാണാൻ പോകുന്നത് പാർട്ടി രീതിയില്ലെന്നും സർക്കാരിന്റെ ശ്രദ്ധയിൽ കാര്യങ്ങൾ പെടുത്തുന്നത് CPMൽ അങ്ങനെയല്ലെന്നും ജോയ് ചൂണ്ടിക്കാട്ടി. മന്ത്രി KN ബാലഗോപാലിനെതിരെയും രൂക്ഷ വിമർശനമുണ്ടായി. സഹപാഠികളും സീനിയർ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന ആൾക്കൂട്ടത്തിന്റെ സദാചാര ഗുണ്ടായിസമാണ് JS സിദ്ധാർത്ഥന് നേരെ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിൽ നടന്നതെന്നും മരണത്തിന് മുൻപ് സിദ്ധാർത്ഥനെ അതിക്രൂരമായി ഉപദ്രവിക്കുകയും അപമാനിക്കുകയും ചെയ്തുവെന്നും ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് A. ഹരിപ്രസാദ് കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശം. ശാരീരികവും മാനസികവുമായി സിദ്ധാർത്ഥനെ ഉപദ്രവിച്ചു. സിദ്ധാർത്ഥന് നേരെ ഹോസ്റ്റലിലുണ്ടായത് ഒറ്റപ്പെട്ടതോ ആദ്യത്തെയോ സംഭവമല്ല. സമാനമായ 2 സംഭവങ്ങൾ മുൻകാലങ്ങളിൽ നടന്നിട്ടുണ്ടെന്ന് കോളേജിലെ ആന്റി റാഗിംഗ് സ്ക്വാഡ് അംഗം അന്വേഷണ കമ്മീഷന് മൊഴി നൽകിയെന്നും റിപ്പോർട്ടിലുണ്ട്.